സ്വാഗതം ഗ്രേപ്സിലേക്ക്. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഒരുപാട് മനുഷ്യർ നമ്മുടെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലുകൾ നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പം തന്നെ അതിനൊരു ബിസിനസ് സൈഡുണ്ട്. കാരണം നമ്മുടെ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന ഇത്രയധികം മനുഷ്യർക്ക് എല്ലാ മാസവും ശമ്പളം കിട്ടേണ്ട ആവശ്യമുണ്ട്. ഒരുപാട് വെൻഡേഴ്സ് അവരുടെ ബിസിനസ് നമ്മളുമായി ചേർന്ന് ചെയ്യുന്നുണ്ട്. അവർക്ക് കൃത്യമായ സമയങ്ങളിൽ പണം കൊടുക്കേണ്ടതുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ നടത്തിപ്പിൽ ഒരുപാട് വിവേകം ആവശ്യമാണ്. സോ അത്തരത്തിൽ വിവേകപൂർവ്വം ഹോസ്പിറ്റൽ നടത്തുമ്പോൾ അതിൽ ചെറുതല്ലാത്ത ഒരു സ്ഥാനം അസറ്റ് മാനേജ്മെൻറ്റിനുണ്ട്. പലപ്പോഴും നമ്മൾ ബയോമെഡിക്കൽ അസറ്റും മറ്റ് അസറ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഒരു സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് എന്ന് പറഞ്ഞത് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യരാണ്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സാണ് നമ്മുടെ ഏതൊരു ഹോസ്പിറ്റലിലെയും ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ്. നമ്മൾ ഈ ഒരു അസറ്റിനെ എങ്ങനെ കൃത്യതയോടുകൂടി മാനേജ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, അക്കൗണ്ടിങ് അറിയണ്ട എന്നൊന്നുമില്ല. ഒരു സ്ഥാപനത്തിൻ്റെ ലയബിലിറ്റി കൂടാൻ പാടില്ല എന്നും അസറ്റ് കൂടിയാലും കുഴപ്പമില്ല എന്നും, എന്നാൽ ഉള്ള അസറ്റിൻ്റെ വലിപ്പം കൂടുമ്പോൾ അതിൽ ക്രിയേറ്റീവ് അസറ്റുകളാണ് കൂടേണ്ടതെന്നും, അതായത് ആ അസറ്റിൽ നിന്ന് നമുക്ക് റിട്ടേൺ വരണമെന്നും, ഡെഡ് അസറ്റുകൾ അത്ര നല്ലതല്ല എന്നും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലും വളരെ ഇമ്പോർട്ടൻ്റാണ്. അതായത് നമ്മൾ കുറച്ചധികം മനുഷ്യർ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അതിൽ മാനേജ്മെൻറ്റ് കൺഫ്യൂസ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട്. നല്ല പോലെ രാവും പകലും പ്രവൃത്തി ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിന് സൽപ്പേരുണ്ടാക്കി തരുന്ന നല്ല പ്രവൃത്തി കാഴ്ചവെക്കുന്ന ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. എന്നാൽ നന്നായി വാചകമടിക്കാൻ കഴിയുന്ന കുറച്ചു പേരായിരിക്കും മാനേജ്മെൻറ്റിന് മുമ്പിൽ എത്തപ്പെടുന്നത്. അവർ ചെയ്തതും മറ്റുള്ളവർ ചെയ്തതുമെല്ലാം അവർ മാനേജ്മെൻറ്റിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് കയ്യടി നേടുന്നുണ്ടാവും. റിയാലിറ്റി വേറെ ആയിരിക്കാം. വളരെ നിശബ്ദമായി ജോലി ചെയ്ത് പേഷ്യൻസിനോടൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു കൊണ്ട് നമ്മുടെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ, അവർക്ക് നമ്മൾ കൊടുക്കുന്ന ശമ്പളത്തേക്കാൾ ഉപരി അവരുടെ പ്രവൃത്തി മൂലം നമ്മുടെ ആശുപത്രിയിലേക്ക് മണി ഫ്ലോ ഉണ്ടാകുന്നതിന് അവർ കാരണമായി മാറിയിട്ടുണ്ടാവും. അതിനെ നമുക്ക് ക്രിയേറ്റീവ് അസറ്റ് എന്ന് കാണാം. അങ്ങനെയുള്ള ക്രിയേറ്റീവ് അസറ്റുകൾ പലപ്പോഴും സൈലൻ്റ് ആയിരിക്കും. എന്നാൽ നമുക്ക് ചില എംപ്ലോയീസ് ലയബിലിറ്റി ആയിരിക്കും. കാരണം അവർക്ക് നമ്മൾ കൊടുക്കുന്ന സാലറിയായിട്ട് അവരുടെ പ്രവൃത്തിക്ക് യാതൊരു ബന്ധവും കാണില്ല. അവർ വളരെ മനോഹരമായി എല്ലാവരെയും കൺവിൻസ് ചെയ്ത് മാനേജ്മെൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നടക്കുന്നുണ്ടാവും. പക്ഷെ അവർ റിയലായിട്ട് ഈ ഹോസ്പിറ്റലിന് പ്രയോജനപ്രദമായ രീതിയിൽ ഒരു ഔട്ട്പുട്ട് ബിൽഡ് ചെയ്യുന്നതിൽ പുറകോട്ടായിരിക്കാം. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിന് HR മാനേജർ നമ്മളെ സഹായിക്കാം. പക്ഷേ ഒരു 1600 2000 എംപ്ലോയീസൊക്കെ എത്തുമ്പോൾ ഒരു HR മാനേജർക്കോ HR ടീമിനോ കൃത്യമായി മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അത് 100-ൽ കൂടുതൽ എംപ്ലോയീസ് ഉള്ള ഒരു ആശുപത്രി ആണെങ്കിൽ പോലും അവസ്ഥ വ്യത്യസ്തമൊന്നുമല്ല. അവിടെയാണ് വളരെ ആപ്റ്റായിട്ടുള്ള ഹോസ്പിറ്റലിന് വേണ്ടി തന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഗ്രേപ്സ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് ആണ് ഈ ഇൻഫർമേഷൻസ് തുടങ്ങുന്നത്. അവരുടെ ജോയിനിങ് ഡേറ്റും അവരുടെ യൂസർ കണക്ടിവിറ്റിയും പഞ്ചിങ് മെഷീൻ്റെ ഇൻറ്റഗ്രേഷനും എല്ലാം ആ എംപ്ലോയി ഡീറ്റെയിൽസ് കൊടുക്കുന്നിടത്ത് കൊടുക്കുന്നതിനുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ പേറോൾ പ്രോസസ്സിനെ സെക്കൻഡറി ആയിട്ട് കാണുക. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു രണ്ടാമത്തെ പോർഷനാണ് പേറോൾ പ്രോസസ്സ്. പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഈ പേറോൾ പ്രോസസ്സ് കൃത്യമായി ചെയ്യുന്നതിന് ഞങ്ങളുടെ എക്സൽ ഷീറ്റുണ്ട്. ഞങ്ങളത് കുറേ കാലമായിട്ട് ഫെമിലിയറാണ് എന്നൊക്കെ HR പറഞ്ഞിട്ട് മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് HR മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ തന്നെ ഒഴിവാക്കുന്ന ഒരു ശീലം കണ്ടുവരുന്നുണ്ട്. അതത്ര നല്ലതല്ല. കാരണം പേറോൾ പ്രോസസ്സ് നിങ്ങൾക്ക് എപ്പോൾ കംഫർട്ടാകുന്നോ
ആ സമയത്ത് നമ്മൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. എന്നാൽ ഒരു സ്ഥാപനത്തിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തുടങ്ങുമ്പം തന്നെ നമുക്ക് HR മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം. കാരണം നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് കൗണ്ടഡ് ആകണം. അതിനു വേണ്ടിയിട്ട് അവരുടെ ബേസിക് ഡീറ്റെയിൽസ്, പ്രൊഫഷണൽ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, അങ്ങനെ 4 ടാബുകളിലായിട്ടാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ 4 ടാബിൽ ഇനിഷ്യലി നിങ്ങൾ ബേസിക് പേയോ കൺസോൾട്ടഡ് പേയോ ഒക്കെ കൊടുക്കാതെ തന്നെ മുമ്പോട്ട് പോകാം. അവരുടെ വ്യക്തിപരമായ ഒഫീഷ്യൽ ഡീറ്റെയിൽസ്. ഇനി മാൻഡേറ്ററി ആയിട്ട് നമ്മൾ എൻട്രി ചെയ്യേണ്ടുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. ഈവൻ അവരുടെ ESI, PF പോലെയുള്ള അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, ഡീറ്റെയിൽസ്, അതെല്ലാം അവിടെ പിന്നീട് എൻട്രി ചെയ്താലും മതി. ബേസിക് ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവർ ആ ഇൻഫർമേഷൻസ് തരുന്ന മുറയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനെ ESIയിലോ PFയിലോ രജിസ്റ്റർ ചെയ്ത് ആ ഇൻഫർമേഷൻ എത്തുന്ന മുറയ്ക്ക് നമുക്ക് ആ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ബേസിക് പ്രൊഫൈൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ റിപ്പോർട്ടിൽ കൂടെ ഈ എംപ്ലോയിയുടെ ഏത് ഇൻഫർമേഷൻ വേണമെങ്കിലും, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അവരുടെ ജോയിനിങ് ഡേറ്റ്, സോ അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ. ഇനി നമ്മൾ ഇൻ ബിറ്റ്വീൻ ആയിരിക്കാം പലപ്പോഴും HR സോഫ്റ്റ്വെയറിൻ്റെ സ്റ്റാർട്ടിങ് നടക്കുക. നമ്മുടെ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് 5-10 കൊല്ലം 40 കൊല്ലം ഒക്കെ ആയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു 3 കൊല്ലം മുമ്പായിരിക്കും ഹോസ്പിറ്റൽ തുടങ്ങിയത്. ഇപ്പോഴായിരിക്കും സോഫ്റ്റ്വെയർ പക്ക ഒന്ന് മാറി പുതിയ സോഫ്റ്റ്വെയറിൽ ഗ്രേപ്സിലേക്ക് എത്തുന്നത്. കാരണം നല്ലൊരു സോഫ്റ്റ്വെയർ ഇപ്പോഴായിരിക്കും നമ്മൾ കണ്ടത്. സോ കുഴപ്പമില്ല. നമുക്ക് അവരുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവർ എന്ന് ജോയിൻ ചെയ്തോ അന്ന് മുതൽ വർക്ക് ചെയ്ത ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് മാർക്ക് ചെയ്യാൻ, അവിടെ എത്ര കാലം ജോലി ചെയ്തു എന്ന് മാർക്ക് ചെയ്യാനും സാധിക്കും. അവർ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ പലപ്പോഴും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലുകളിൽ പ്രയാസപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അവരേതൊക്കെ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ICUയിൽ എത്ര കാലം വർക്ക് ചെയ്തിട്ടുണ്ട്, തിയേറ്ററിൽ എത്ര കാലം വർക്ക് ചെയ്തിട്ടുണ്ട്, അത് ആ നേഴ്സിനോട് തന്നെ ചോദിച്ചിട്ടായിരിക്കും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ എൻട്രി ചെയ്യുന്നത്. സോ അത് കൃത്യമായൊരു ഡോക്യുമെൻറ്റഡ് ആയിക്കൊള്ളണമെന്നില്ല. സോ ഇവിടെ നമുക്ക് ഇപ്പോഴാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതെങ്കിലും അവരുടെ ജോയിനിങ് ഡേറ്റ് പ്രോപ്പറായിട്ട് കൊടുത്താൽ അന്നിലിരുന്ന് ഇതുവരെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട് ആ ടൈം ഫ്രെയിം എല്ലാം കൊടുക്കാൻ പറ്റും. ഇത് ഈവൻ അവരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഓട്ടോമേറ്റഡ് ആയിട്ട് ബിൽഡ് ചെയ്യുന്നതിന്, ഓൺ ക്ലിക്ക് ബിൽഡ് ചെയ്യുന്നതിന് ഉപകരിക്കപ്പെടും. സോ നമുക്ക് ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സംവിധാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. തുടർന്നുള്ള നമ്മുടെ വീഡിയോകളിൽ നമുക്ക് 2 സോഫ്റ്റ്വെയറാണ്, രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ മാസ്റ്റർ സോഫ്റ്റ്വെയറും ഉണ്ട്, MyHRM എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലേവ് സോഫ്റ്റ്വെയറും ഉണ്ട്. ഈച്ച് ആൻഡ് എവരി എംപ്ലോയി ക്യാൻ യൂസ് അവർ MyHRM സോഫ്റ്റ്വെയർ. നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു ലിങ്ക്ഡ് സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മുടെ ഗ്രേപ്സിൻ്റെ ഗ്രേപ്സ് IDMR ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിലും ഫങ്ഷൻ ലിങ്ക്ഡ് ആണ്. ഇത് പരസ്പരം കണക്റ്റഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഓട്ടോമേഷൻസ് HR സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിൽ കൂടെ പ്രായോഗികമാണ്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ ലോഗിൻ ചെയ്യാൻ കയറുമ്പോൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് പഞ്ചിങ് ഉണ്ടെങ്കിൽ ലോഗിൻ ആകാവൂ. ലോഗ് ഓഫ് ചെയ്യാൻ മറന്നുപോയി പഞ്ച് ഔട്ട് ചെയ്താൽ തന്നെ ലോഗ് ഓഫ് ആകുക. നമ്മളിവിടുന്ന് പോയതിന് ശേഷം നമ്മുടെ മൊബൈൽ വഴി ലോഗ് ഔട്ട് ചെയ്യുക. യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യാതെ തന്നെ QR കോഡ് റീഡ് ചെയ്തുകൊണ്ട് അങ്ങനെ നമ്മുടെ ജോലിയെ ഈസി ആക്കുന്ന, ഈവൻ ഇന്നൊരു ക്യാഷ് കൗണ്ടറിലിരിക്കുന്ന എംപ്ലോയി ആണെങ്കിൽ ക്യാൻറ്റീനിലിരിക്കുമ്പോൾ പോലും എൻ്റെ ക്യാഷ് കളക്ഷൻ എത്രയായിരുന്നു യൂസർ ക്ലോസിന് മുമ്പ് അവർക്ക് പെട്ടെന്ന് എടുത്ത് നോക്കുന്നതിനും, അങ്ങനെ വളരെയധികം എക്സ്റ്റെൻഡഡ് ഹാൻഡായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന MyHRM സോഫ്റ്റ്വെയറും ഗ്രേപ്സ് HRM എന്ന് പറഞ്ഞ മാസ്റ്റർ സോഫ്റ്റ്വെയറും. നമുക്കതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ കണ്ടിന്യൂ ചെയ്യാം.